ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബേക്കൊന്നും ചെയ്യാതെ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്കാണിത്. അപ്പോൾ ഇതിന് 2 ലെയറുണ്ട്, വാനില ലെയറും ചോക്ലേറ്റ് ലെയറും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചീസ് കേക്കിൻ്റെ ക്രസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാരി ബിസ്ക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. 25 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു ചോപ്പർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കണം. ഒരു 8 ഇഞ്ചിൻ്റെ സ്പ്രിംഗ് കേക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെയും ബട്ടറിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ബേസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈവനായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഒരു ബൗളിൽ ഒരു 8 ഗ്രാം ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്. ഞാനത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇതിന് പകരം ജെലാറ്റിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജെലാറ്റിൻ ഒരു 10 ഗ്രാംസ് യൂസ് ചെയ്താൽ മതി. ഇതിനെ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് 250 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം. നമുക്ക് ഈ ക്രീം ചീസിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്തെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രീം ചീസിൻ്റെ ക്യൂബ്സ് ആണ്. ഇനി ഈ ക്രീം ചീസിനെ നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റൻ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു സ്പാച്ചില കൊണ്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. ഇത് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സോഫ്റ്റ് പീക്ക് ആവുന്നത് വരെ ഇതിനെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്രീം ചീസിൻ്റെ മിക്സറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ എല്ലാം കൂടി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സായി വരുന്നവരെ ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ക്രീം ചീസിൻ്റെ മിക്സ്ചറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഞാനിവിടെ വെയിറ്റ് മെഷർ ചെയ്തിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുള്ളത്. 2 ബൗളിലായിട്ട് അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലെ ഒരു ബൗളിലേക്ക് നമുക്ക് ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3-4 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്തിട്ടുണ്ട്. ന്യൂട്ടെല്ല ഇല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്താലും മതി. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചോക്ലേറ്റ് ലെയറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈനാഗ്രാസ് ഒരു ചെറിയ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വേണം അതിനെ ചൂടാക്കാൻ. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്ലിയർ ലിക്വിഡ് ആവുന്നത് വരെ ഇതിനെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഒരുപാട് ബോയിൽ ചെയ്യരുത്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചൈനാഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ചൈനാഗ്രാസ് സാധാരണ ചൂടായിട്ടുള്ള മിക്സറിലോട്ട് ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഈ ക്രീം ചീസ് ഒരുപാട് കട്ടിയായിട്ട് സെറ്റ് ആവണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഈ ചൈന ഗ്രാസ് ഒന്ന് മെഷർ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് സെറ്റായി പോകും. ഇനി നമുക്ക് ഈ മിക്സ്ചറിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ക്രീം ചീസിൻ്റെ മിക്സ്ചറിന് നല്ല തണുപ്പൊന്നും ഉണ്ടായിരിക്കരുത്. തണുപ്പുണ്ടെങ്കിലും ഇത് സെറ്റായിട്ട് കിട്ടത്തില്ല. നമുക്കിത് ഫസ്റ്റ് ലെയറായിട്ട് ഈ വാനില ലെയറിനെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ സ്പാച്ചുല കൊണ്ടൊന്ന് അതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ചോക്ലേറ്റിൻ്റെ ലെയറിലേക്കും ഇതുപോലെ തന്നെ ചൈന ഗ്രാസ് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വാനില ലെയറിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. സ്പാച്ചുല കൊണ്ട് അതിൻ്റെ ടോപ്പ് ഒന്ന് സ്മൂത്താക്കി കൊടുക്കണം. എന്നിട്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതിനെ ടോപ്പിംഗ് തയ്യാറാക്കണം. അപ്പോൾ അതുവരെ ഇതിനൊന്ന് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഒരു ഇഞ്ച് കനത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിലായിട്ടൊരു ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ളൊരു ബൗൾ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 50 ഗ്രാംസ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ ഇതിനൊന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. 2 ചോക്ലേറ്റും ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാണ്. നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചീസ് കേക്കിൻ്റെ മുകളിലായിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൊണ്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിനെ ടോപ്പിംഗ് ചെയ്യുന്നത്. ഇനി ഈ ചീസ് കേക്കിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു 3-4 മണിക്കൂർ തന്നെ ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്ക് നല്ല തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് അൺമോൾഡ് ചെയ്യണം. ഒരു ക്യാനോ അല്ലെങ്കിൽ ഒരു വലിയ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ കേക്ക് വെക്കുക. എന്നിട്ട് അതിനെ അൺമോൾഡ് ചെയ്യാം. ഈ ചീസ് കേക്കിനെ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.